ഇതിപ്പോൾ ഞാൻ മുഖം കാണിച്ച് വീഡിയോ ഇടുന്നില്ലെന്നാൽ കുറേ പേരുടെ പരാതി. ആ പരാതി ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് രാവിലെ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കിടന്ന് വെള്ളം കുടിക്കുന്നത്. അത് കഴിഞ്ഞ് ദോശയൊക്കെ ചുട്ട് രാവിലത്തെ പരിപാടി അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് കേട്ടോ. പിന്നെ കുറച്ച് നേരം മീൻകാരൻ്റെ പുറകെ കിടന്ന് ഓട്ടം വരുന്നത്. എന്തായാലും അയാൾ നിർത്തിയില്ല. ഭാഗ്യം കൊണ്ട് അയാൾ നിർത്താതെ പോയതുകൊണ്ട് ഞാൻ നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി നല്ല അടിപൊളി തക്കാളി രസവും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫേവറേറ്റായ ചമ്മന്തിയും. നിങ്ങളെൻ്റെ ചമ്മന്തി വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ചിലവരെന്നെ ചമ്മന്തി എന്ന് വെച്ചാൽ കളിയാക്കാറുമുണ്ട്. അതെന്താണെന്നുണ്ടല്ലോ, എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ചമ്മന്തി. ചമ്മന്തി അരച്ചാൽ ചോറ് ഇറങ്ങിപ്പോകുന്ന വഴിയേ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് ചമ്മന്തി അരയ്ക്കാനുണ്ട്. അതൊരു പതിവാണ്. അങ്ങനെ തന്നെ എൻ്റെ രസമൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് റെഡിയായി. ആ തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ ഇടണം. രസത്തിലേക്ക് റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. നല്ല അടിപൊളിയാണേ അത്. ഇതിപ്പോൾ പാചകം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കളയുടെ കോലം നിങ്ങൾക്ക് കാണുമോ? ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്തിട്ട് സൂപ്പറാക്കിയിട്ട് വരാം. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ലാസ്റ്റത്തെ ഈ പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായി. എന്നാലും ഞാൻ ഇഷ്ടപ്പെട്ട് ഇത് ചെയ്യുവാണേ. പിന്നെ ഒരു അടുക്കള ക്ലീനിങ്. അടുക്കള ഇങ്ങനെ നാശമായി കിടന്നാൽ എനിക്ക് അതിനെക്കാട്ട് ദേഷ്യം വരുവേ. അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് എങ്ങനെയൊക്കെയോ വാരി വലിച്ചത് ക്ലീൻ ചെയ്തിട്ട് എന്നാലും നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് അഭ്യാസങ്ങളാണ്. തൂക്കുകയാണ്. തൂക്കുമ്പോൾ വീഡിയോയ്ക്ക് അത് പ്രത്യക്ഷപ്പെടരുതെന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും കണ്ണടച്ചങ്ങ് പ്രത്യക്ഷപ്പെടുക. കുറച്ചൊക്കെ ആകുമ്പോൾ മടിയങ്ങ് മാറി കാണും. അങ്ങനെ എൻ്റെ അടുക്കളയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി. എനിക്കൊരു സമാധാനമായി. അപ്പോൾ ഇത്രയും ചേട്ടാ, ബൈ ബൈ, സീ യു.